ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് ചിന്ന ശിവകാശി എന്നറിയപ്പെടുന്ന നന്ദിയോട് പടക്ക നിർമ്മാണശാലകളിലാണ്. ഒരു സ്ഥലമല്ല, നമ്മൾ പല സ്ഥലത്തു നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. നോക്കാം, നമ്മൾ ഇവിടെ നിന്നാണ് കുറച്ച് സാധനങ്ങൾ മേടിച്ചത്. ഇനി അടുത്ത എല്ലായിടത്തും മേടിക്കുകയാണ്, എല്ലായിടത്തും നിന്ന് മേടിക്കും. കാരണം എല്ലായിടത്തും നമ്മൾ പ്രിയപ്പെട്ടത് 2-3 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. എന്നും ഉണ്ടല്ലോ ദീപാവലി. ഇതെല്ലാ ദിവസവും 360 ദിവസവും ഉള്ള സാധനമാണ്. ഇത് പുതിയ പുതിയ വെറൈറ്റി ഐറ്റങ്ങളെല്ലാം സ്ഥിരമായിട്ടുള്ളത്. ഇവിടെ നിർമ്മാണമില്ലേ? നിർമ്മാണം അവിടെ പണിക്കാളുണ്ട്, അങ്ങ് താഴെയുണ്ട്. തൊടുന്നില്ല, നനച്ചായിരുന്നല്ലേ? അവിടെയാണ് നിർമ്മാണ സാധനം. ഇതാണ് തിരി. നമ്മൾ തൊടുന്നില്ല, തിരി ഉണ്ടാകും. നനച്ച് ചവിട്ടരുത്, പറയുണ്ട്. ഇതിനകത്ത് ചുറ്റി ഉണക്കി, വെയിലത്തുണക്കി ഇത്രയും നനച്ചാണ് ഇടുന്നത്. നനച്ച് ഉണക്കി ആണ് പടക്ക് നിർമ്മാണത്തിന് സാമഗ്രി ഉണ്ടാക്കുന്നത്. തിരിയാണ്. നമ്മൾ അടുത്ത വേറെ സ്ഥലത്താണ്. ഇത് ചിന്നു ഫയർ വർക്ക്സ്. റോക്കറ്റ് എടുക്കാനാണ്. അന്ന് തന്നതാണോ? ഓ, കഴിഞ്ഞ എടുത്തതാണോ? ഇതാണോ? അറിയാം നമ്മളെ. ഓ, കഴിഞ്ഞ നിങ്ങൾ വന്നിട്ടുണ്ടോ? ഇതോട്ട് എടുത്തായിരുന്നു. ഇതെടുക്കാനാണോ? നമുക്ക് റോക്കറ്റ് ഇപ്പം നമ്മളെ ആഘോഷങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ ടൈപ്പാണോ? മറ്റേ റോക്കറ്റ് വരവ്, അത് എത്രയാണത്? ഇത് ഒരാണ്ട് മറ്റേ ഇതാണോ ഉദ്ദേശിച്ചത്? ലോണിക് റോക്കറ്റ് ആണോ? മോനെ ഉള്ളത് ചെറുതില്ല ഇതിലുള്ള. ഈ ടൈപ്പാണോ ഉദ്ദേശിച്ചത്? ഇത് സാധനം ഇത് തന്നെ, ഇതിലുള്ള ചെറുത് മതി. ഇത് കാണിച്ചത് ഇതല്ലേ ഉദ്ദേശിച്ചത്? ഇത് ചെറുതില്ലേ? അതിന് ചെറുതാണ് ഞാൻ ഇപ്പം എടുത്ത് കാണിച്ചത്. പിന്നെ ഇതേ ഉള്ളു. ഇതാണ്. ഇത് എത്രയാണ്? ഇത് 100, ഇത് 150. എത്ര? 10 10. ഇതും കുപ്പി വെച്ച് കത്തിച്ച നമുക്ക് ഇതിന് 2 എണ്ണം മേടിക്കാം അല്ലേ? 2 സെറ്റ്. ഇത് മതിയോ? ചർച്ചക്രം വാങ്ങിക്കണം. ഇതാണ് നന്ദിയോട് ജംഗ്ഷൻ. ഇവിടെ മുതൽ ആ ഗ്രാമം തുടങ്ങുകയാണ്. പടക്ക് നിർമ്മാണ ഗ്രാമം, കേരളത്തിലെ പടക്ക് നിർമ്മാണ ഗ്രാമം എന്നറിയപ്പെടുന്ന ചിന്ന ശിവകാശി ഗ്രാമം ഇവിടെ മുതൽ തുടങ്ങുകയാണ്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളമായി. ആദ്യമായിട്ടാണ് നമുക്കൊരു 1K എങ്കിലും അടിക്കുന്നത്. നമ്മൾ 1K പോലും അടിക്കുമെന്ന് വിചാരിച്ചതല്ല. ഇന്ന് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ. ദീപാവലി ആയിട്ട് നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. പടക്കമല്ല ശരിക്കും നമ്മൾ ഈ റോക്കറ്റുകൾ എല്ലാവരും ഒരുമിച്ച് വിടുകയാണ്. ഇത് റോക്കറ്റ്, ഇത് വാണം എന്നാണ് പറയുന്നത്. തെക്കൻ കേരളത്തിൽ മാത്രമാണ് ഈ വാണം എന്ന് പറയുന്നത്. ഡബിൾ മീനിങ് ഉള്ള വാക്കാണെങ്കിൽ പോലും ഇതിനെ വാണം എന്നാണ് സാധാരണ പറയാറ്. നമ്മൾ ഇതിനെല്ലാത്തെയും കൂടെ ഒരുമിച്ച് കത്തിച്ച് വിടാൻ പോവുകയാണ്. 100 എണ്ണത്തിന് ഒരുമിച്ച് കത്തിച്ച് വിടാൻ പോകുന്നത്. ഇത് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം 1000 എണ്ണമാണ് ഒരുമിച്ച് കത്തിച്ചിരിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം സെറ്റൊക്കെ ചെയ്താൽ ഇതേ കണക്ക് പറക്കിയിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഒരുമിച്ച് കത്തിച്ച് വിടുന്നത്. ഇതുപോലെ നിരത്തി വയ്ക്കും. ഇപ്പം മഴയായതുകൊണ്ട് നമ്മൾ മറ്റും സെറ്റ് ചെയ്തില്ല. നല്ല മഴയുണ്ട്, ഇടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി ബാക്കി അങ്ങോട്ട് പരിപാടി കിടക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടേ നമ്മൾ ഇത് കത്തിച്ച് വിടുകയുള്ളൂ. അപ്പോൾ വൈകിട്ട് കാണാം. ഹായ് ഗൈസ്, അങ്ങനെ രാവിലെ നമ്മൾ സെറ്റ് ചെയ്ത എല്ലാം റെഡിയാണ്. മഴക്കോളുണ്ട്, മഴയ്ക്ക് മുമ്പ് നമ്മൾ കത്തിക്കുകയാണ്. ബാക്കിയെല്ലാം നീ എങ്ങനെയാണെന്ന് അപ്പടെ കാണാം.
അടുത്തോട്ടൊന്ന് കയറുന്നു. അങ്ങനെ ഈ രാത്രിയിൽ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റ.